2023 നവംബർ 19 ഓരോ ഇന്ത്യൻ ആരാധകരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായി അത് മാറിയിരിക്കുകയാണ്. ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യൻ മണ്ണിൽ വെച്ച് നടന്നപ്പോൾ ഓസ്ട്രേലിയൻ ആരാധകർക്കായിരുന്നു അന്ന് ചിരിയുണർന്നത്. ഇന്ത്യ അന്ന് പരാജയപ്പെടുത്തിയപ്പോൾ ഓരോ ഇന്ത്യൻ ആരാധകരും കണ്ണീർ പൊഴിച്ചു. എന്നാൽ ഇന്ത്യ ശരിക്കും അതിനൊരു പകരം വീട്ടാനുള്ള ദിവസത്തിന് കാത്തിരിക്കുകയായിരുന്നു. ഇനി ഓസ്ട്രേലിയക്കുള്ളത് വെറും കാഴ്ചക്കാരുടെ ചടങ്ങുകൾ മാത്രമാണ്. ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ഓസ്ട്രേലിയയ്ക്ക് സെമി ഫൈനൽ പ്രവേശനം സാധ്യമാകൂ. 24 റൺസിന്റെ വിജയമാണ് ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. മാൻ ഓഫ് ദ മാച്ച് ആയതാകട്ടെ നായകൻ രോഹിത് ശർമ്മയും. 205 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയ്ക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. തുടക്കത്തിലെ വാർണറിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് 81 റൺസിന്റെ കൂട്ടുകെട്ടാണ് മാർഷും ഹെഡും ചേർന്നൊരുക്കിയത്. മാക്സ്വെല്ലും ട്രാവിസ് ചേർന്നെങ്കിലും പിന്നീട് ഇടവേളകളിലെ വിക്കറ്റ് വീഴ്ച ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലാക്കി. 76 റൺസ് നേടിയ ട്രാവിസ് ഹെഡ് ആയിരുന്നു ഇന്ത്യക്ക് ഭീഷണിയായി ഉയർന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്യുഗ്രമായ ബോളിങ്ങിലൂടെയും ഫീൽഡ് പ്ലേസ്മെന്റിലൂടെയും ബുംറ ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റ് നേടി. 76 റൺസ് നേടി ട്രാവിസ് മടങ്ങുമ്പോൾ ഓസ്ട്രേലിയ വിജയ പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു. മിച്ചൽ മാർഷ് 37ഉം മാക്സ്വെൽ 20 റൺസും ടിം ഡേവിഡ് 15 റൺസുമാണ് നേടിയത്. മറ്റാർക്കും മത്സരത്തിൽ കാര്യമേ ഒന്നും ചെയ്യാനായില്ല. ഇന്ത്യൻ ബോളിങ്ങിലാകട്ടെ എടുത്തു പറയേണ്ടത് അർഷദീപ് സിംഗ് ആണ്. 3 വിക്കറ്റ് നേടിയ അർഷദീപിന് മികച്ച പിന്തുണ കുൽദീപും ബുംറയും അക്ഷർ പട്ടേലും നൽകുകയുണ്ടായി. ഇന്ത്യൻ ബാറ്റിംഗിൽ രോഹിത് 92 റൺസ് നേടിയപ്പോൾ സൂര്യ 31 റൺസാണ് നേടിയത്. ശിവം ദുബെ നേടിയതാകട്ടെ 28 റൺസും ഹാർദിക്കും നേടി 27 റൺസ്. അങ്ങനെ 205 എന്ന റെക്കോർഡ് ടോട്ടലിലേക്ക് ഇന്ത്യ എത്തിയപ്പോൾ ഓസ്ട്രേലിയക്ക് അങ്ങനെ കാര്യങ്ങൾ എളുപ്പമായില്ല. സെമിഫൈനൽ പ്രവേശനം നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയുടെ പരാജയത്തിനായി കാത്തിരിക്കണമെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ ജയിക്കണം. ഓസ്ട്രേലിയക്ക് 3 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റാണുള്ളത്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ -0.331. അഫ്ഗാനിസ്ഥാൻ മത്സരം വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ മുന്നിലേക്ക് വന്ന് അവർക്ക് സെമിഫൈനൽ പ്രവേശനം നേടാം. എങ്ങാനും ബംഗ്ലാദേശ് ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സെമിഫൈനൽ പ്രവേശനം ഉറപ്പിക്കുകയും ചെയ്യും. എന്നിരുന്നാലും മത്സരത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത് അഫ്ഗാൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. ഇന്ത്യയുടെ മത്സരത്തിൽ ഏറെ വഴിത്തിരിവായത് മാക്സ്വെലിന്റെയും മാർഷിന്റെയും ഹെഡിന്റെയും വിക്കറ്റാണ്. അവിടെ നിന്നാണ് മത്സരം ഇന്ത്യ തിരിച്ചുപിടിക്കുന്നത്. അക്ഷർ പട്ടേലിന്റെ അതിഗംഭീരമായ ക്യാച്ചും ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെ ഗംഭീര ക്യാച്ചും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇന്ത്യൻ ആരാധകർക്ക് ഇന്ന് സുഖമായി ഉറങ്ങാം. ഒരുപാട് നാളായി ഒരു ക്രിക്കറ്റ് ആരാധകൻ ഓസ്ട്രേലിയയുമായുള്ള മത്സരത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉറങ്ങിയിട്ട്.